ഹലോ എവരി വൺ, ഐ എം ഡോക്ടർ ഹസൻ. ഞാൻ ഹോമിയോപ്പത്തിക് സൈക്യാട്രിസ്റ്റാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു നല്ല കാര്യം ചെയ്തു, നിങ്ങളൊരു കൊല്ലം ചെയ്താൽ 365 നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ ഒരു വർഷം നിങ്ങളത് ഡെയിലി പഠിക്കുകയാണെങ്കിൽ 365 പുതിയ കാര്യങ്ങൾ ഒരു കൊല്ലം അറിയുന്നതോടുകൂടി ന്യൂ ഇയർ വരുമ്പോഴേക്കും നിങ്ങളെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാവും. ഒരു മനുഷ്യന് ഏറ്റവും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് ചേഞ്ചാണ്. ആ ചേഞ്ച് അവന് സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ഇന്നലെയുള്ള നിങ്ങളല്ല ഇന്നാവേണ്ടത്. അത് ചിലപ്പോൾ 2 ദിവസം അടുപ്പിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കഴിഞ്ഞ മാസമുള്ളങ്ങളും ഈ മാസമുള്ളങ്ങളും കുറച്ചെങ്കിലും വ്യത്യാസം വേണം. 6 മാസം മുന്നത്തങ്ങളും ഈ 6 മാസം കഴിഞ്ഞിട്ടുള്ളങ്ങളും തമ്മിൽ നല്ല വ്യത്യാസം വേണം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വിരസത വരാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ പണി ഡെയിലി ബിരിയാണി കഴിക്കലാണെങ്കിലും നിങ്ങൾക്കത് മടുക്കും. നിങ്ങളെ ജോലി എത്ര സുഖകരമായ ജോലിയാണെങ്കിലും ചെയ്ത് ഇതിലൊരു വിരസത വരും. അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്സൊക്കെ എടുക്കണം. അങ്ങനെ ഈ സെൽഫ് റിഫ്ലക്ഷൻ നമ്മളൊരു 10-15 മിനിറ്റ് നമ്മളെ സാറ്റിസ്ഫൈ നല്ലൊരു ചെയറിലൊക്കെ ഇരുന്ന് പീസ്ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജോലിക്ക് ഇറങ്ങി നോക്കൂ. അപ്പോൾ നിങ്ങൾ നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റും. എത്ര ചെറിയ ജോലിയാണെങ്കിലും എത്ര വലിയ ജോലിയാണെങ്കിലും അത് ചിരിച്ച് നമ്മളെ കൂടെയുള്ള സഹപ്രവർത്തകരോടൊക്കെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് രസമുണ്ട്. അപ്പോൾ അത് പോസിറ്റീവ്ലി റിവാർഡിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസം ജോലിക്ക് പോകാൻ തോന്നും. നേരെ മറിച്ച് നിങ്ങളത് നെഗറ്റീവായിട്ടാണ് ചെയ്ത് ആകെ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ചെയ്ത് വന്നതെങ്കിൽ പിന്നെ അടുത്ത ദിവസം നിങ്ങൾക്ക് പോകാൻ തോന്നില്ല. ചില സൺഡേകളിൽ അല്ലെങ്കിൽ ഞാൻ ഈ സ്ലീപ്പ് ടൈമിൽ ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഇതിനിടയിൽ ഏതെങ്കിലും ഒരാൾ വിളിച്ചിട്ട് അവരുടെ ഒരു പ്രശ്നമായിരിക്കും അവർ പറയണത്. പക്ഷേ നമുക്ക് കിട്ടേണ്ട റെസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഒരു 10-20 ആളെ സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പം ഈ സഹായിക്കണ ഈ ഒരാളാണോ നല്ലത്, നാളത്തെ 20 ആളാണോ നല്ലത്? അപ്പം നമ്മളതിനു വേണ്ടി ഒരുങ്ങണം. നമ്മളൊരു മനുഷ്യനാണ്, നമ്മളൊരു യന്ത്രമനുഷ്യനല്ല. അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആളുകൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഡോക്ടർക്കും വരും. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഡോക്ടർ ഇങ്ങനെ ഹാപ്പി ആക്കിയിട്ട് വെച്ചാൽ മാത്രമേ ഡോക്ടർ അടുത്ത് വരുന്ന ഒരാളോട് ഡോക്ടർക്ക് പോസിറ്റീവ്ലി റിവാർഡിങ് ആയിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ വരുന്ന ആളെ ഒന്നുകൂടി നെഗറ്റീവായിട്ട് നമ്മൾ വിടും.